Hi all, Assalamu alaikum, welcome back. ഞാനിന്ന് വന്നിട്ടുള്ളത് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ട്ടോ. നമ്മൾ സാധാരണ വീഡിയോ ആയിട്ട് ഇടാറുള്ളത് ചെയ്തു നോക്കിയിട്ട് നന്നായിട്ടുള്ള റെസിപ്പീസിന്റെ വീഡിയോസ് ആണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയ ഒരു റെസിപ്പിയുടെ വിശേഷങ്ങളാണ്. ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് ട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതിയത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കവർ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ് കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നമുക്ക് ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ കിട്ടിയില്ല. അതാണ് ഇതിന് മെയിനായിട്ട് വന്ന പ്രോബ്ലം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ നോക്കാം ഇതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പുഡിങ്ങിനായിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതായത് പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം. മെൽട്ടായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതൊന്ന് മെൽട്ടായി വരുന്നുണ്ട്. അപ്പം ഇനി ഇത് കുറച്ച് നേരം കൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇത് ഒപ്പം നിന്നിട്ട് തന്നെ ഇതൊന്ന് ശരിയാക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇത്രയും മതി. നന്നായിട്ട് ബ്രൗൺ കളർ ആയാൽ പെട്ടെന്ന് തന്നെ ഇത് കയ്പ്പ് രസം വരും. അപ്പോൾ ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് ടിന്നിലാണോ പുഡിങ് റെഡിയാക്കുന്നത് ആ ടിന്നിലേക്കൊന്ന് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കേക്ക് ടിന്നിലാണ് പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു കാരമലൈസ്ഡ് ഷുഗർ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത കാരമൽ കുറച്ച് കുറവായി പോയി. പിന്നെ ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ചൂടോടെ തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുകയും വേണം. ആ സമയത്ത് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും. അപ്പോൾ നമുക്ക് ഇത് ശരിയായ രീതിയിൽ കിട്ടൂല. ഇപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്തത് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ചീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ക്രീം ചീസ് പാലിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 100 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യൂബ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യൂബ്സ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ലിറ്റർ പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ക്രീം ചീസ് മിൽക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു ക്രീം ചീസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണം. പിന്നെ മുട്ട നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പതപ്പിക്കാൻ പാടില്ല. മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മുട്ടയും പാലയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ക്രീം ചീസ് നമ്മൾ അരിച്ചെടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ പിരിഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് തന്നെ കിട്ടിക്കോളും. മുട്ട മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണം. മുട്ടയിൽ മിക്സ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പ്രാവശ്യം അരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ക്രീം ചീസ് ആദ്യം ഒന്ന് അരിച്ചെടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്രീം ചീസ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം രണ്ടാമത് മുട്ട വീണ്ടും അരിച്ചെടുക്കാം. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ ട്രേയിലോട്ടൊന്ന് മാറ്റാം. ടിന്നിലോട്ട് ഒഴിക്കുന്ന സമയത്ത് സാവധാനമാണ് കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം.
അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ടിന് വെള്ളത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന് ഇതിലേക്കൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 30 to 35 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ പുഡിങ് ഫുള്ളായിട്ടും പാളിപ്പോയത്. ഞാൻ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഈ കേക്ക് ടിന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. നമ്മൾ എപ്പോഴും സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് അതിന് നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യുന്നത് ആ പാത്രം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു അടുപ്പ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് കവർ ചെയ്തിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് വെള്ളം ഇതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ മുകൾ ഭാഗം കുഴിഞ്ഞാണ് ഇരുന്നത്. അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പക്ഷേ പുഡിങ്ങിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിരിഞ്ഞൊന്നും പോയിട്ടില്ലായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് മനസ്സിലാവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് ടിന്ന് കവർ ചെയ്ത് വെക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ടിന്നൊന്ന് കവർ ചെയ്യുക. അതുപോലെ തന്നെ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് തന്നെ കിട്ടും. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ ഞാൻ ഇത് ചെയ്ത സമയത്ത് ഒരു അമളി കൂടി പറ്റിയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ ചെറിയ പാത്രത്തിൽ കേക്ക് ടിന് വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊന്ന് മറിഞ്ഞു പോയി. അങ്ങനെ കുറച്ച് ബാറ്റർ ഇതിൽ പോവുകയും ചെയ്തു. അത് ലാസ്റ്റ് കാണിക്കാമെന്ന് കരുതി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.